മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്, അതായത് മീനം രാശിയിൽ. ഇവിടെ നിന്നും മെയ് 18-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിനു മുൻപ് മാർച്ച് 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും. ഇത് അശുഭഫലങ്ങൾ നൽകുന്ന യോഗമാണ്. ഏകദേശം 50 ദിവസത്തോളവും പിശാചി യോഗം നടക്കുന്നതായിരിക്കും. അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ. മെയ് 18-ാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും. ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ 12 രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത്. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. ആ സമയത്ത് അവിടെ പിശാചി യോഗവും നിർമ്മിതമായതായിരുന്നു. 2025 ശേഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. പിശാചി യോഗം തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ശനി നിങ്ങളുടെ 4ഉം 5ഉം ഭാവങ്ങളുടെ അധിപനാണല്ലോ. 4ാം ഭാവം സുഖസ്ഥാനമാണ്. ഈ യോഗം കാരണം നിങ്ങളുടെ സുഖസ്ഥിതികളിൽ കുറവ് വരുന്നതായിരിക്കും. പ്രോപ്പർട്ടികളും മറ്റും ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ടാകും. ഭവന നിർമ്മാണം നടത്തുന്നവർക്ക് അതിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും വരാൻ ഇടയുണ്ട്. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ശനി 5ാം ഭാവാധിപനുമാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. അതുപോലെ കുട്ടികളിൽ അലസതയും ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ മാതാപിതാക്കൾ അവരെ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 6ാം ഭാവത്തിൽ പിശാചി യോഗം നടക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾ ആക്റ്റീവാകാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കടം എടുക്കുവാനോ കടം കൊടുക്കുവാനോ പാടില്ല. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് സമയത്ത് അറ്റൻഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. മെയ് 18-ാം തീയതി രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും എല്ലാ കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു മെയ് 18-ാം തീയതി കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിലേക്ക് ആയിരിക്കും പ്രവേശിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ രാഹു 2025 നവംബർ 23-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. പൂരുരുട്ടാതി ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഖാന്തരം ലഭിക്കുന്നതുമായിരിക്കും. രാഹു 5ാം ഭാവത്തിലേക്കാണല്ലോ രാശി മാറുന്നത്. ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ്. ഇവിടെ രാഹു തനിയെ നിൽക്കുന്ന സമയത്ത് വളരെയധികം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. അതുപോലെ പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും.
രാഹു ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണല്ലോ നിൽക്കുന്നത്. ഗുരു നിങ്ങളുടെ 3ഉം 6ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാക്കുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ബെനിഫിറ്റുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളും ഇൻ്റർവ്യൂവും മറ്റും ഉള്ളവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി 9ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് ധർമ്മസ്ഥാനമാണ്. ഈ സമയത്ത് രാഹു നിങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഈ പ്രവണതയെ അതിജീവിക്കാൻ സാധിച്ചാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പല സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി ലാഭസ്ഥാനമായ 11ൽ പതിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് പല അനുകൂല പരിവർത്തനങ്ങളും ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി 1ാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല. ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും. അല്പം ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ഈ സമയത്ത് ചെയ്യുവാൻ. ഇതാണ് രാഹുവിൻ്റെ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.